TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയതിനെതിരെ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. അടിയന്തര പ്രാധാന്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത്. സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരും നടന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർക്ക് വാരിക്കോരി പരോൾ നൽകുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയം അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നില്ലെന്നും ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നും സ്പീക്കർ നിലപാടെടുത്തു. പ്രതിപക്ഷത്തിന് വേണ്ടി MLA KK രമയാണ് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു. നോട്ടീസ് പോലും കൊടുത്തില്ല. അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനറിയാം ഈ വിഷയം ചർച്ചയ്ക്ക് നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചക്കെടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് വരുത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. പോലീസിനെ ബോംബെറിഞ്ഞ് പ്രതികളെ തെരുവിലിറക്കിയത് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കർ കുറെ ചർച്ചകൾ ഇവിടെ നടത്തി, ചർച്ചയ്ക്ക് എടുത്തു എന്ന് പറയുന്നു. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് മന്ത്രി MB രാജേഷ് വിമർശിച്ചു. അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യില്ല എന്ന് ഉറപ്പ്, ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന അതിന് യോഗ്യമായ ഒരു വിഷയമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പ്ലക്കാർഡും ബാനറുമായിട്ട് അവർ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് ചർച്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളത്. സാർ, ചോദ്യം ഇന്നെന്താ ചർച്ചയില്ലേ? മടിയിൽ കനം, സഭയിൽ ഭയം എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്ലക്കാർഡുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധങ്ങൾക്കിടയിൽ സഭാ നടപടികൾ പുരോഗമിച്ചതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ഗുരുതരമായ വിഷയമാണ് സഭയിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മറുപടി നൽകാതെ സഭയിൽ നിന്നും ഒളിച്ചോടിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സഭാ നടപടികൾ ബഹിഷ്കരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു VD സതീശൻ. TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പരോള് കിട്ടിയത് 1000-ലധികം ദിവസം ഇവരുടെ ബന്ധുക്കൾ മരിച്ചോ? ഇവരുടെ ബന്ധുക്കൾ ഗൗരവമായിട്ട് സീരിയസ് ആയി കിടന്നോ? അപ്പോൾ കൊടുക്കുകയാണ്. അതായത് CPM-ന് വേണ്ടി കൊല നടത്തിയ പ്രതികൾക്ക് പരോളാണ്. അപ്പം നിയമത്തെ കാറ്റിൽ പറത്തുകയാണ്. തടവുകാർക്കുള്ള പ്രത്യേകമായ നിയമത്തെ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെൻ്ററി കാര്യം മന്ത്രി നോട്ടീസ് പോലും വായിച്ചു നോക്കാതെയാണ് നിയമസഭയിൽ ഗീർവാണ പ്രസംഗങ്ങൾ നടത്തിയത്. ഇത് ശരിയല്ല, വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ജനുവരി 30-ന് രണ്ടാമത്തെ പ്രതിക്ക് പരോൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല, രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനയാണെന്ന് KK രമ MLA-യും കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഭരിക്കുന്നത് നിയമമല്ല, രാഷ്ട്രീയ യജമാനന്മാരുടെ കൽപ്പനകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം TP കേസിലെ പ്രതികളെ സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഉന്നയിച്ചതാണ്. അതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഈ നാട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, 1 മാസം പോലും ജയിലിൽ കിടക്കുന്നില്ല. 1 മാസം കിടന്ന് തൊട്ടടുത്ത മാസം വീണ്ടും ഇറങ്ങുകയാണ്. ഒന്ന് ഈ KC രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കണക്ക് മാത്രം പരിശോധിച്ചാൽ നമുക്ക് പറയാം ഇത് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ്. അതിൻ്റെ കാരണമാണ് വിചിത്രമായ കാരണം, ടൈം ടു സ്പെൻഡ് ഫാമിലി മെമ്പേഴ്സ്. അതേസമയം പ്രതിപക്ഷാഭാവത്തിലും സഭാ നടപടികളുമായി ഭരണപക്ഷം മുന്നോട്ട് പോയി. ജനം, തിരുവനന്തപുരം.